ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് നമുക്ക് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ കുക്കറിൽ കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളതൊന്ന് കണ്ടിട്ട് അതുപോലെ തന്നെ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. മൈദ 150 ഗ്രാം, എണ്ണ 130 മില്ലി, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, സോഡാപ്പൊടി 1/2 ടീസ്പൂൺ, മുട്ട 3, വനില എസൻസ് 2 ടീസ്പൂൺ, കൊക്കോ പൗഡർ 40 ഗ്രാം, പഞ്ചസാര 130 ഗ്രാം. നമുക്ക് ആദ്യം ഈ മൈദയിലേക്ക് ബേക്കിംഗ് പൗഡറും സോഡാപ്പൊടിയും കൊക്കോ പൗഡറും ചേർത്ത് നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കണം. ഇപ്പം ഞാൻ 3 മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ബീറ്ററോ ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ട അടിച്ചെടുക്കാനുള്ള വിസ്കോ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പം നമുക്കിതിലേക്ക് കുറേശ്ശെ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ചേർന്നതും നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇപ്പം അതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് യോജിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ ബീറ്ററൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എസൻസ് നന്നായിട്ടൊന്ന് യോജിച്ച് വന്നതും നമുക്കിതിലേക്ക് മൈദയുടെ കൂട്ട് ഇടഞ്ഞു വെച്ചിരുന്നില്ലേ, അതുകൂടി കുറേശ്ശെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിതിൽ മൈദയുടെ കൂട്ട് മുഴുവനും ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ബേക്കിംഗ് ട്രേയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമുക്കിത് 150 ഡിഗ്രിയിൽ ചൂടാക്കിയിട്ടിരിക്കുന്ന ഓവനിൽ വെച്ച് 150 ഡിഗ്രിയിൽ തന്നെ 20 മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കേക്ക് നന്നായിട്ട് കണ്ടു. ഞാൻ എൻ്റെ ബട്ടർ പേപ്പറൊക്കെ എടുത്തൊന്ന് മാറ്റിയിരുന്നു കേട്ടോ. ഞാൻ ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം കേട്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.